ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കയ്യിൽ പിടിച്ചിരിക്കുന്നു എന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾ ഓരോരുത്തരോടും എന്താണ് കാണുന്നത് എന്ന് ചോദിച്ചാൽ തികച്ചും വ്യത്യസ്തമായ ഉത്തരങ്ങളാകും ലഭിക്കുക. ഒരു രസതന്ത്രജ്ഞൻ പറയും, ഇത് H2O ആണ്. ഒരു വ്യാപാരി പറയും, ഇത് വിൽക്കാനുള്ള ഒരു ഉൽപ്പന്നമാണ്. ഒരു പരിസ്ഥിതി പ്രവർത്തകൻ പറയും, ഇത് വിലപ്പെട്ട ഒരു പ്രകൃതി വിഭവമാണ്. മരുഭൂമി കടക്കുന്ന ദാഹാർത്തനായ ഒരു യാത്രികൻ പതുക്കെ പറയും, ഇത് ജീവനാണ്. ഒരു കൊച്ചുകുട്ടി ചിരിച്ചുകൊണ്ട് ചിന്തിക്കും, തെറിപ്പിച്ച് കളിക്കാനുള്ള എന്തോ ഒന്ന്. ഗ്ലാസ് മാറിയിട്ടില്ല, വെള്ളം മാറിയിട്ടില്ല, നോക്കുന്ന വ്യക്തി മാത്രമാണ് മാറിയത്. വെള്ളത്തിന്റെ വില അത് സ്വീകരിക്കുന്നവന്റെ അവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു. അതുതന്നെയാണ് ഇന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നത്. വിത്ത് ഒരിക്കലും മാറുന്നില്ല, വിതയ്ക്കുന്നവൻ ഒരിക്കലും മാറുന്നില്ല, മാറുന്നത് മണ്ണ് മാത്രമാണ്. ആ മണ്ണ് നമ്മുടെ ഹൃദയമാണ്. നാം എല്ലാവരും വിതക്കാരന്റെ ഉപം പലതവണ കേട്ടിട്ടുള്ളതാണ്. സാധാരണയായി നാം ചോദിക്കാറുള്ളത്, ഞാൻ ഏത് മണ്ണാണ്? വഴിയോരമോ? പാറസ്ഥലമോ? മുൾച്ചെടികളുള്ള സ്ഥലമോ? അതോ നല്ല മണ്ണോ എന്നാണ്. എന്നാൽ ഒരുപക്ഷേ അതല്ല യേശു നമ്മോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം. അവിടുന്ന് മനുഷ്യരെ 4 വിഭാഗങ്ങളായി തരംതിരിക്കുകയല്ല ചെയ്യുന്നത്. അവിടുന്ന് ഒരു കണ്ണാടി ഉയർത്തിപ്പിടിക്കുകയാണ്. ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ നാം ഓരോരുത്തരും കടുത്തുപോയ വഴിയോരവും പാറസ്ഥലവും മുൾച്ചെടികളുള്ള മണ്ണും ദൈവകൃപയാൽ ഫലഭൂയിഷ്ഠമായ നല്ല മണ്ണും ആയിട്ടുണ്ട്. അതിനാൽ യഥാർത്ഥ ചോദ്യം ഞാൻ ഏതാണ് എന്നല്ല, മറിച്ച് ഇന്ന് എന്റെ ഹൃദയം എങ്ങനെയാണ് എന്നാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, യേശു ഒരിക്കൽ പോലും വിത്തിനെ കുറ്റപ്പെടുത്തുന്നില്ല. ദൈവവചനത്തിന് ഒരിക്കലും ശക്തി കുറയുന്നില്ല. കൊയ്ത്ത് ഇല്ലെങ്കിൽ ദൈവം സംസാരിക്കുന്നത് നിർത്തിയതുകൊണ്ടല്ല, അത് സ്വീകരിക്കുന്ന ഹൃദയത്തിന് എന്തോ സംഭവിച്ചതുകൊണ്ടാണ്. ഇത് കാര്യങ്ങളെ മുഴുവൻ മാറ്റിമറിക്കുന്നു. കുർബാനയിൽ എനിക്ക് ഒന്നും കിട്ടുന്നില്ല എന്ന് നാം പറയാറുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഒന്നും അനുഭവപ്പെടുന്നില്ല. ബൈബിൾ ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നില്ല. എന്നാൽ ഒരുപക്ഷേ ദൈവവചനം ദുർബലമായതല്ല, ഒരുപക്ഷേ മണ്ണ് കടുത്തുപോയതാകാം. വഴിയോരം. നമ്മുടെ ശ്രദ്ധയ്ക്കായി നിരന്തരം മത്സരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഓരോ അറിയിപ്പും ഓരോ പരസ്യവും ഓരോ സ്ക്രോളും ഓരോ ബ്രേക്കിംഗ് ന്യൂസും ഒരേ കാര്യം തേടുന്നു, നിന്റെ ഹൃദയം. കാരണം നിന്റെ ശ്രദ്ധ പിടിച്ചെടുക്കുന്നവൻ ഒടുവിൽ നിന്റെ ജീവിതത്തെ രൂപപ്പെടുത്തും. സ്മാർട്ട് ഫോൺ ഉണ്ടാകുന്നതിന് വളരെ മുൻപേ യേശു ഇത് മനസ്സിലാക്കിയിരുന്നു. രാജ്യത്തിന്റെ വചനം കേട്ടിട്ടും ഗ്രഹിക്കാത്തവന്റെ ഹൃദയത്തിൽ വിതച്ചത് ദുഷ്ടൻ വന്ന് അപഹരിക്കുന്നു. പിശാചിന് എപ്പോഴും നാടകീയമായ പ്രലോഭനങ്ങൾ ആവശ്യമില്ല. പലപ്പോഴും ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്നത് മാത്രം മതി. തടസ്സപ്പെട്ട ഒരു പ്രാർത്ഥന. തിങ്കളാഴ്ച രാവിലെ മറന്നുപോയ ഒരു സുവിശേഷം. കേൾക്കാൻ സമയമില്ലാത്ത ഒരു ഹൃദയം. ദുഷ്ടമായ ഹൃദയമല്ല ഇത്, ചവിട്ടിക്കുഴഞ്ഞ ഒരു ഹൃദയമാണ്. അനേകം തവണ ചവിട്ടിക്കിടന്ന വഴി പോലെ ഒന്നിനും ഇനി കടന്നു ചെല്ലാൻ കഴിയാത്ത അവസ്ഥ. പാറസ്ഥലം. ദൈവവചനത്തെ യഥാർത്ഥ സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരാണ് ഇവർ. ഒരു ധ്യാനം അവരെ സ്പർശിക്കുന്നു, ഒരു വചനപ്രഭാഷണം അവരെ പ്രചോദിപ്പിക്കുന്നു, ഒരു ഗാനം അവരുടെ കണ്ണിൽ കണ്ണീർ വരുത്തുന്നു. എന്നാൽ കഷ്ടത വരുമ്പോൾ, പ്രാർത്ഥന വരണ്ടതാകുമ്പോൾ, ആളുകൾ തെറ്റിദ്ധരിക്കുമ്പോൾ തീ കെട്ടുപോകുന്നു. എന്തുകൊണ്ട്? യേശു തന്നെ ഉത്തരം നൽകുന്നു. അവർക്ക് വേരില്ല. വേരുകൾ സൂര്യപ്രകാശത്തിലല്ല വളരുന്നത്. അവ വളരുന്നത് ആരും കാണാത്ത ഇരുട്ടിൽ, മണ്ണിനടിയിലാണ്. ഏറ്റവും ശക്തമായ മരങ്ങൾ കൊടുങ്കാറ്റിനെ അതിജീവിക്കുന്നത് ആർക്കും കാണാൻ കഴിയാത്ത വിധം അവയ്ക്കിടയിൽ രൂപപ്പെട്ടതുകൊണ്ടാണ്. ഏറ്റവും ശക്തരായ ക്രിസ്ത്യാനികൾ എപ്പോഴും ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവരല്ല, അവനെ അനുഭവിക്കാൻ കഴിയാത്തപ്പോഴും വിശ്വസ്തരായി നിലനിൽക്കുന്നവരാണ്. മുൾച്ചെടികൾ. ഇവിടെ യേശു വലിയ പാപങ്ങളെക്കുറിച്ചല്ല സൂചിപ്പിക്കുന്നത് എന്നത് ശ്രദ്ധിക്കുക. അവിടുന്ന് ചൂണ്ടിക്കാണിക്കുന്നത് സാധാരണ ഉത്കണ്ഠകളെക്കുറിച്ചാണ്. ലോകത്തിന്റെ ചിന്തകളും സമ്പത്തിന്റെ വഞ്ചനയും. സമ്പത്ത് തന്നെയല്ല, അതിന്റെ വഞ്ചനയാണ്. പണം സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്യുന്നു. വിജയം ഐഡന്റിറ്റി വാഗ്ദാനം ചെയ്യുന്നു. സുഖഭോഗം സന്തോഷം വാഗ്ദാനം ചെയ്യുന്നു. ഇവയൊന്നിനും മനുഷ്യഹൃദയത്തിന്റെ ഏറ്റവും ആഴമേറിയ വിശപ്പ് ശമിപ്പിക്കാൻ കഴിയില്ല. കാരണം ആ വിശപ്പ് സൃഷ്ടിക്കപ്പെട്ടത് അനന്തനുവേണ്ടിയാണ്. പരിമിതമായ ഒന്നിനും അതിനെ നിറയ്ക്കാൻ കഴിയില്ല. നാം ജീവിതം മുഴുവൻ ചെലവഴിക്കുന്നത് ലോകത്തെ കാണാൻ ശ്രമിച്ചാണ്. യാത്ര ചെയ്തും സ്ക്രോൾ ചെയ്തും അനുഭവങ്ങൾ ശേഖരിച്ചും. അതേസമയം യേശു നമ്മെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ദരിദ്രരിലേക്ക്, അഭയാർത്ഥികളിലേക്ക്, ഏകാകികളായ വൃദ്ധരിലേക്ക്, പ്രതീക്ഷയില്ലാത്ത കുട്ടികളിലേക്ക്, നിശബ്ദമായി തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബം മുകളിലേക്ക്. അവിടുത്തെ കണ്ണുകളിലൂടെ നാം കാണുന്നു, ലോകത്തിന്റെ ഏറ്റവും വലിയ ദാരിദ്ര്യം പണത്തിന്റെ അഭാവമല്ല എന്ന്. അത് ദൈവത്തിന്റെ അഭാവമാണ്. നല്ല മണ്ണ്. ഒടുവിൽ ഇവിടെ യേശു യഥാർത്ഥത്തിൽ പ്രശംസിക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക. അറിവല്ല, വികാരമല്ല, നല്ല ഉദ്ദേശ്യങ്ങൾ പോലുമല്ല. അവിടുന്ന് പ്രശംസിക്കുന്നത് ഫലത്തെയാണ്. വചനം കേട്ട് ഗ്രഹിക്കുന്നവൻ.
ഫലം പുറപ്പെടുവിക്കുന്നു. ക്രിസ്തീയത അളക്കുന്നത് നാം എത്രമാത്രം പ്രചോദിതരാണെന്ന് നോക്കിയല്ല, നാം എത്രമാത്രം മാറിയെന്ന് നോക്കിയാണ്. 1 വർഷം മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഞാൻ ക്ഷമയുള്ളവനായോ? കൂടുതൽ ക്ഷമിക്കുന്നവനായോ? കൂടുതൽ സത്യസന്ധനായോ? കൂടുതൽ ഉദാരനായോ? കൂടുതൽ ക്രിസ്തുവിനെപ്പോലെ ആയോ? അതാണ് ദൈവം ആഗ്രഹിക്കുന്ന യഥാർത്ഥ കൊയ്ത്ത്. ആത്മാവിനെ ഒരു തോട്ടമായി ചിന്തിക്കുക. ദൈവം വിശ്വസ്തതയോടെ മഴ അയക്കുന്നു, ഓരോ ദിവസവും മുടങ്ങാതെ. എന്നാൽ കല്ലുകൾ പറിച്ചു നീക്കേണ്ടതും, കളകൾ വൃത്തിയാക്കേണ്ടതും, നട്ടത് നനയ്ക്കേണ്ടതും, ഇളംതൈകൾ വേരുപിടിക്കുവോളം സംരക്ഷിക്കേണ്ടതും നാം തന്നെയാണ്. പ്രാർത്ഥന എന്നാൽ നാം ദൈവത്തോട് സംസാരിക്കുക മാത്രമല്ല, പ്രാർത്ഥന എന്നാൽ ദൈവത്തെ നമ്മുടെ മണ്ണിൽ പണിയെടുക്കാൻ അനുവദിക്കുകയാണ്. മണ്ണ് ഒരു ദിവസത്തിൽ നിന്ന് അടുത്ത ദിവസത്തിലേക്ക് ഒരേപോലെ നിൽക്കുന്നില്ല, അത് എപ്പോഴും അല്പം മൃദുവാകുകയോ അല്പം കടുപ്പമാകുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിഷ്പക്ഷമായ ഒരു നിലയില്ല. ഒരുപക്ഷേ നമ്മുടെ കാലഘട്ടത്തിന്റെ യഥാർത്ഥ ദുരന്തം ദൈവം നിശബ്ദനായതല്ല, നാം വളരെ ബഹളമയരായി തീർന്നു എന്നതാണ്. നമ്മുടെ ഫോണുകൾ സംസാരിക്കുന്നു. വാർത്തകൾ സംസാരിക്കുന്നു. നമ്മുടെ ഭയങ്ങൾ സംസാരിക്കുന്നു. നമ്മുടെ മോഹങ്ങൾ സംസാരിക്കുന്നു. നമ്മുടെ വിനോദങ്ങൾ ഇടതടവില്ലാതെ സംസാരിക്കുന്നു. എന്നാൽ ഈ ബഹളത്തിനെല്ലാം അടിയിൽ വിതയ്ക്കുന്നവൻ ഇപ്പോഴും തന്റെ വയലിലൂടെ നടക്കുന്നു. അവിടുന്ന് വിതയ്ക്കുന്നത് ഒരിക്കലും നിർത്തിയിട്ടില്ല, അവിടുത്തെ വചനത്തിന് ഒരിക്കലും ശക്തി കുറഞ്ഞിട്ടില്ല. ബാക്കിയുള്ള ഒരേയൊരു ചോദ്യം ഇതാണ്: ഇന്ന് ഏത് തരം ഹൃദയമാണ് അതിനെ സ്വീകരിക്കാൻ പോകുന്നത്? ഇനി അല്പസമയത്തിനുള്ളിൽ അതേ വിതയ്ക്കുന്നവൻ തന്റെ വചനം നമ്മുടെ ഇടയിൽ വീണ്ടും വിതയ്ക്കും, എന്നിട്ട് വചനത്തെക്കാൾ വലിയ ഒന്ന് നമുക്ക് നൽകും, അവിടുത്തെ സ്വന്തം ശരീരവും രക്തവും. അതിനാൽ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന ലളിതമായിരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ വിത്തിനെയല്ല എന്റെ മണ്ണിനെ മാറ്റണമേ. എന്റെ ഹൃദയത്തിൽ കടുപ്പിച്ചതെല്ലാം തകർത്തുകളയണമേ. പരീക്ഷണങ്ങളുടെ കാലത്തേക്കായി എന്റെ വേരുകൾ ആഴപ്പെടുത്തണമേ. അങ്ങയുടെ കൃപയെ ഞെരുക്കുന്ന മുൾച്ചെടികളെ നീക്കം ചെയ്യണമേ. എന്റെ ഹൃദയത്തെ നല്ല മണ്ണാക്കി മാറ്റണമേ. അങ്ങയുടെ വചനം എന്റെ ജീവിതത്തിൽ മാത്രമല്ല, എന്റെ ജീവിതത്തിലൂടെയും ലോകത്തിന്റെ രക്ഷയ്ക്കായി ഫലം പുറപ്പെടുവിക്കട്ടെ. ആമേൻ.